ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ എം എസ്. ആക്ച്വലി ആദ്യം തന്നെ സോറി പറയുകയാണ്. നമ്മൾ കുറച്ച് നാളായെന്ന് തോന്നുന്നു കണ്ടിട്ട്, 1.5 ആഴ്ചയായി ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഇന്ന് അടിപൊളി ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത്. ഈ വീഡിയോ പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. മെയിൻ എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയാം. പക്ഷേ നമുക്ക് പർട്ടിക്കുലറായിട്ട് ഒരാളെ മാത്രം എടുത്തങ്ങ് പറഞ്ഞാലോ, ഫേസ്ബുക്ക്. ഒരുപാട് ആൾക്കാർ പറയും ഫേസ്ബുക്ക് യൂസ് ചെയ്യാതിരുന്ന അപ്പോൾ അടുത്തെത്തി ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമല്ല. എക്സാക്റ്റ് ആയിട്ട് എന്തുകൊണ്ട് നിങ്ങളെ ഫേസ്ബുക്ക് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസ് കാർന്ന് തിന്നുന്നു എന്നുള്ളത് കറക്റ്റ് രീതിയിൽ പച്ചയ്ക്ക് വിത്ത് എക്സാമ്പിൾ പ്രൂഫ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. 5 ഭാഗങ്ങളായിട്ടായിരിക്കും പോകുന്നത്. 5 മെയിൻ കാരണങ്ങളുണ്ട്. ഈ റീസൺ കറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ആലോചിച്ചെടുക്കാവുന്ന റീസണാണ്. എന്നിരുന്നാൽ പോലും ഡീപ്പായിട്ടൊന്ന് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഫേസ്ബുക്ക് കളയേണ്ടി വരും. നിങ്ങൾ തന്നെ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ ഒന്ന് മാറി നിൽക്കേണ്ടി വരും. സോ നമുക്ക് പോകാമല്ലേ? ഒന്നാമത്തെ റീസണാണ് ഭയങ്കര അഡിക്റ്റീവാണ്. ഈ ഫേസ്ബുക്ക് എന്ന് വേണ്ട, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഭയങ്കര അഡിക്റ്റീവായിട്ട് നിങ്ങളുടെ തലയിൽ എപ്പോഴും അത് കയറി നിൽക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ടൈമും ആ ഒരു പ്ലാറ്റ്ഫോമിൽ ചിലവഴിക്കുന്നോ അത്രത്തോളം റവന്യൂസാണ് ആ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി 90% ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു വസ്തുത. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാമാണ് ഫേസ്ബുക്കിനകത്ത് ജോലി ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ സാലറി പാക്കേജ് തന്നെ ഭയങ്കരമാണ്. ഇത്രയും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടി ഇരുന്ന് എത്രത്തോളം നമ്മളെ അതിനകത്തേക്ക് പിടിച്ചിരുത്താവും, ഒരു അഡിക്ഷനായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിലാണ് അവരുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം മണിക്കൂർ അതിനകത്ത് ഇരിക്കുന്നുണ്ടോ അത്രത്തോളം കമ്പനീസിന് റവന്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെയാണ് ഫോൾസ് സെൻസ് ഓഫ് അക്കോംപ്ലിഷ്മെൻറ്റ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി എന്നുള്ളൊരു തോന്നൽ. ഒരു എക്സാമ്പിൾ നല്ല രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. അതായത് ലൈക്കിങ്, ഷെയറിങ്, പോസ്റ്റിങ് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾ. അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ എത്രത്തോളം നല്ല രീതിയിൽ ഇരിക്കുക അതേ രീതിയിൽ നല്ലൊരു ഫോട്ടോ എല്ലാം എടുത്തിട്ട് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത് അതിനകത്ത് എത്രത്തോളം ലൈക്സ് വരുന്നു, എത്രത്തോളം ഷെയർ വരുന്നു, എത്രത്തോളം കമൻറ്റ് വരുന്നു, അന്നൊരു ഒരു ഡോപ്പമിൻ റഷാണ് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ വന്ന് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കുക, അന്നേരം നിങ്ങൾക്കൊരു വികാരം വരത്തില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിനകത്ത് ഈ ലൈക്ക്, ഷെയർ അതേപോലെ തന്നെ കമൻറ്റ്സ് എല്ലാം വരുമ്പോൾ പുച്ഛിച്ചോണ്ടും ആരും ഇല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആൾക്കാർക്കും ആ ഒരു ഫീലിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഷുവറായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മൊബൈലിനകത്ത് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിതെന്ന് എല്ലാ ആൾക്കാരും ആലോചിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എല്ലാം ജസ്റ്റ് ഒന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നതില്ല. മൂന്നാമത്തെ പോയിന്റാണ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം അത് റെഡ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളായാലും ഞാനായാലും നമ്മളുടെ ഏറ്റവും നല്ല അടിപൊളി പിക്ചേഴ്സ് മാത്രമേ നമ്മൾ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്യാറുള്ളൂ. ചുരുക്കം ചില ആൾക്കാരുണ്ട് ഇപ്പം നല്ല രീതിയിൽ അല്ലെങ്കിൽ പോലും അവരുടെ ഫേസ്ബുക്കിനകത്ത് പിക്ചേഴ്സ് എല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാം സന്തോഷകരമായിട്ടുള്ള മൂമെൻറ്റ്സ്, ഹാപ്പി മൂമെൻറ്റ്സ്. ഇപ്പോൾ ഒരു ഐഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെടുത്ത് ന്യൂ ഐഫോൺ എന്നൊക്കെ പറഞ്ഞിടാറുണ്ട്. പിന്നെ ആൾക്കാർ പുതിയ കാർ എടുക്കുമ്പോൾ കാറിൻ്റെ ഫോട്ടോ, ബുള്ളറ്റ് എടുക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ ഫോട്ടോ, അങ്ങനെ എല്ലാം ഇടാറുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു കാർ മേടിച്ചിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് ന്യൂ കാർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുക. അന്നേരം അത് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾ ഹീസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ആ ഒരു നിമിഷം ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേറെയും കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ. ആ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും ഫേസ്ബുക്കിലൂടെ ബാക്കിയുള്ള ആൾക്കാർ 90% ആൾക്കാരും തുറന്ന് കാണിക്കാറില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള സൊസൈറ്റിയിൽ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് ഞാൻ ഇച്ചിരി താഴെയാണെന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ ഏറ്റവും നല്ല പിക്ചർ മാത്രമേ ഫേസ്ബുക്കിലൂടെ എല്ലാം തുറന്ന് കാട്ടത്തുള്ളൂ. സോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളുടെ ലോകത്തിനെ കുറിച്ച് നല്ല ഫോൾസ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് എല്ലാ ആൾക്കാരിലേക്ക് ഇങ്ങനെ തെളിയിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. സോ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നാലാമത്തെ ഈ സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. സോഷ്യൽ സ്കിൽസ് ഉണ്ടല്ലോ നിങ്ങളുടെ,
അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് നല്ല രീതിയിൽ തച്ചുടയ്ക്കും. അതായത് ഈ ഫേസ്ബുക്ക്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമാണ് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കയിലായാലും ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളായാൽ പോലും അവരുമായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനാവും. പക്ഷെ എന്നിരുന്നാൽ പോലും സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയക്കകത്ത് മാത്രം ഇരിക്കുന്ന ആൾക്കാർ പതറിപ്പോത്തേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഗ്യാതറിങ്സ് വരുവാണെങ്കിലോ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻസ് വരുവാണെങ്കിലോ, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ വരുവാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈവൻ ജസ്റ്റ് ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിലോ സോഷ്യലായിട്ടുള്ള ഒരു സ്കിൽസും നമ്മളിൽ ഡെവലപ്പ് ചെയ്തില്ല. റീസെൻ്റ്ലി സ്റ്റഡീസിനകത്ത് കറക്റ്റ് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാനാകും. അതുകൊണ്ട് തന്നെ ഇമോജീസ്, സ്മൈലീസ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അയക്കാൻ മാത്രമാണ് സ്കിൽസ് കിട്ടുന്നത്. സൊസൈറ്റിയിൽ നമുക്ക് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ സ്കിൽസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജസ്, സോഷ്യൽ സ്കിൽസ്, ടൊണാലിറ്റി, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ മാത്രം നമ്മളിങ്ങനെ മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള, നമ്മളുടെ സൊസൈറ്റിയുമായിട്ടുള്ള നമ്മൾക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ബന്ധവും ജസ്റ്റ് നമ്മൾക്കത് പിന്നീട് അത് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അഞ്ചാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ്? ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ബാങ്കിനകത്തേക്ക് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് പലിശ ഇട്ട് അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ലോകത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടും ഏറ്റവും ചീത്തയായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് സോഷ്യൽ മീഡിയയിലേക്ക് ചിലവഴിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഇച്ചിരി പർട്ടിക്കുലർ ടൈം വരെ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൈം നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഇത് നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം, ഇപ്പം നിങ്ങൾ ഈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിന് പകരം ഇപ്പം ഫേസ്ബുക്ക് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങാം. ഓക്കെ, അത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ആ പേജിനകത്തൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റവന്യൂസ് കിട്ടാം. അത് യഥാർത്ഥത്തിൽ നല്ലൊരു ഐഡിയ ആണ്. അതുകൊണ്ട് തന്നെ ഓരോരോ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, ന്യൂ ഫീഡ്സ്, അതെല്ലാം ഇങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുന്നല്ലോ, ഒരു യൂസും ഇല്ല. ആ ടൈമിൽ നിങ്ങൾ ജസ്റ്റ് നല്ലൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് പറയുന്നതല്ല, നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനലിനകത്ത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്കാലമെന്നല്ല, ജസ്റ്റ് ആ ഒരു ടൈം പീരീഡ് വരെ ആയാലും, ഇപ്പോൾ യൂട്യൂബിനെ എന്ന് നിർത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു റവന്യൂ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ ജസ്റ്റ് ബുദ്ധിപൂർവ്വമായിട്ട് തിങ്ക് ചെയ്യുക. പിന്നെ സോഷ്യൽ മീഡിയ, ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് എടുക്കാനും കാര്യം. സോ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകുക, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഒരു ടോപ്പിക്ക് ഞാൻ പർട്ടിക്കുലറായിട്ട് എടുത്തപ്പോൾ ഒരാളുടെ പേര് ഞാൻ എടുത്തൊന്നും പറയുന്നില്ല, ഒരു യൂട്യൂബർ തന്നെയാണ്. പുള്ളിക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. പുള്ളിക്കാരന് സോഷ്യൽ സ്കിൽസ് ഇച്ചിരി കുറവാണ്. പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിനകത്ത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. പക്ഷെ ആൾക്കാർ വരുന്നതൊക്കെ ടൈമിൽ ഇച്ചിരി ഒരു പേടി, അങ്ങനത്തെ ഉള്ളൊരു പുള്ളിയാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പുള്ളി നല്ല രീതിയിൽ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും എല്ലാം ചാറ്റിങ്ങും എല്ലാം പുള്ളിക്ക് പറ്റും. പക്ഷെ പുള്ളിക്ക് സോഷ്യൽ സ്കിൽസ് ഭയങ്കര കുറവാണ്. പുള്ളി പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യമാണ്. സോ അന്നേരം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാ പ്രാവശ്യം ആദ്യമേ പറയാറുള്ളതാണ്, പക്ഷെ ഇനി മുതൽ എൻ്റെ ഒറ്റ വീഡിയോയിൽ ഞാൻ ആദ്യമേ പറയത്തില്ല, അവസാനം. നിങ്ങളുടെ ടൈം വെറുതെ ഞാൻ വേസ്റ്റ് ആക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ മണി ഉണ്ടല്ലോ, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനി അടിപൊളി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. ബൈ.